പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കാശ്മീരില് കുറേയധികം ഹമാസ് ഭീകരര് വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കണം, ഇന്ത്യക്കകത്തുള്ളതിനേക്കാൾ ഇന്ത്യ വിരുദ്ധർ ഒരു പക്ഷേ ഐസിസിൽ, സിറിയയില്, പാകിസ്ഥാനിൽ പോലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. നാളെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആദ്യം രംഗത്തിറങ്ങുന്നത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധരായ മുസ്ലിം തീവ്രവാദികളായിരിക്കും. കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അതിന്റെ മുൻപന്തിയിൽ നിൽക്കും എന്ന് പറയുന്ന മുസ്ലിം തീവ്രവാദികൾ ഇന്ത്യക്കകത്തുണ്ട്. നമുക്കറിയാം, യാസർ അറഫാത്തിനെ കെട്ടിയെഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ അവരെ സൽക്കരിച്ചതും അവർക്ക് പണം നൽകിയതും അവാർഡുകൾ നൽകിയതും ഏറ്റവും ഒടുവിൽ കോടാനുകോടി രൂപ മൂല്യമുള്ള സമ്പത്ത് അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹം അത് പലസ്തീനിൽ കൊണ്ടുപോയി വിറ്റതിന് ശേഷം ഇന്ത്യയുടെ സ്വീകരണം സ്വീകരിച്ചിട്ട് ആദ്യം പലസ്തീനിലെത്തിയിട്ട് നടത്തിയ ഒരു മീറ്റിംഗിൽ യാസർ അറഫാത്ത് പറഞ്ഞത്, എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്നത് അതുവരെ മാത്രമായിരിക്കും ഞങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിരിക്കുന്നത് എന്നാണ്. ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദി ഉണ്ടല്ലോ, തരാതരം സന്ദർഭോചിതമായി പുറത്തു ചാടും. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഗസ്വായി ഹിന്ദ് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള വസ്തുത. ഇസ്ലാമിനെ വിമർശിക്കുന്ന എല്ലാവരെയും കൊല്ലാൻ അങ്ങ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിനെ വിമർശിക്കുന്ന സകല ആളുകളുടെയും വായ മൂടിക്കഴിഞ്ഞാൽ ഇസ്ലാം രക്ഷപ്പെടും എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റ്. ഇത് ഇന്ത്യയാണ്, പാകിസ്ഥാനല്ല. ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഇറാനോ ഇറാഖോ സിറിയയോ അല്ല. ഇത് സ്വതന്ത്ര ഭാരതമാണ്. ഈ ഭാരതത്തെ രണ്ടു മതവിഭാഗങ്ങൾ ആയുധമെടുത്ത് കലാപം ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും ശരി, അതിനെ തടയേണ്ടതുണ്ട്. കൃത്യമായ രൂപത്തിൽ അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഒരു വിഭാഗം ആളുകൾ പറയും, എന്താ ജാമിദായ്ക്കയുടെ പ്രശ്നം, എന്താ ആരിഫിനിയുടെ പ്രശ്നം, എന്താ അയാൾക്ക് പ്രശ്നം, എന്താ ഇയാൾക്ക് പ്രശ്നം, അവർക്കൊക്കെ ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ലേ? ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ഈ കേരളത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ വലിയ കടമ്പയാണ്. കുടുംബക്കാര് പോലും ഒരു തെറ്റും ചെയ്യാത്ത, മതത്തിന്റെ എല്ലാ നൂലാമാലകളും ഫോളോ ചെയ്യുന്ന കുടുംബക്കാർ പോലും പീഡിപ്പിക്കപ്പെടുകയാണ്. മക്കൾ പീഡിപ്പിക്കപ്പെടുവാണ്. എന്തിന്? പള്ളിക്കാരടക്കം രംഗത്തിറങ്ങി നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ കേരളം പോകുന്നത്. ഇനി ആരും തൊള്ള കൊണ്ട് പറയില്ലല്ലോ ഇസ്ലാം മത വിമർശകർക്ക് കേരളത്തിൽ സുരക്ഷിതത്വമുണ്ടെന്ന്. സുരക്ഷിതത്വമില്ല. ഇന്നാളെ നരേന്ദ്രമോദിയെ പൂരത്തെറി പറഞ്ഞ് ബോംബ് വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞവർ, മുഹമ്മദ് നബിയെ വ്യഭിചാരി എന്നും മുഹമ്മദ് നബിയുടെ മാതാവിനെ വെടിയെന്നും പറഞ്ഞൊരു കലാപം ആസൂത്രണം ചെയ്യാൻ ഈ കേരളക്കരയിൽ ശ്രമിക്കുന്നവർ, നാളെ ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് പൊട്ടിത്തെറിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്തരം ഒരു കലാപ കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജയിലിൽ കിടന്ന് പാരമ്പര്യമുള്ളവർ, കൊലക്കേസ് ചെയ്ത് കൈ തെളിഞ്ഞവർ, ചോര കണ്ടറപ്പ് തീർന്നവർ, കേരളത്തിന്റെ 14 ജില്ലകളിലും കേസും കൂട്ടവുമായി ഒറ്റ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ല ഇവർക്കൊക്കെ എതിരെ കേസില്ലാത്തത്. അപ്പൊ ഇങ്ങനെ ഒരു തീവ്രവാദിയും ഒരു ഭീകരവാദിയും ഒരു ക്രിമിനൽ സംഘവും ക്രിമിനൽ കുടുംബവും ഇറങ്ങി നമുക്കെതിരെ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്, അത് വേറെ. നോക്കണം ഈ കേരളം എത്ര രൂപത്തിൽ മത തീവ്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന്. ഇതിനെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊരു കാര്യമാണ്. എനിക്ക് എന്റെ മതവിമർശനം പുറത്തു പറയാൻ യോഗ്യതയുള്ള, സ്വാതന്ത്ര്യമുള്ള, അർഹതയുള്ള രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അതെന്റെ ജന്മാവകാശമാണ്. അതിനെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. ഇസ്ലാം എന്തുകൊണ്ടാണ് വിമർശനത്തെ ഭയപ്പെടുന്നത്? അതിനകത്തുള്ള ഉള്ളുകള്ളികൾ ലോകമറിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും തുറന്നു പറയാനുള്ള അറിവും ആർജവവും വേണം. വിമർശിക്കാൻ അറിവ് വേണം, വിമർശകർക്ക് മറുപടി പറയാൻ അതുക്ക് മേലെ ഒരു പരിജ്ഞാനം വേണം. സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറെ നാളുകളായി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാം.
ഇത് നമ്മുടെ സമാധാനപ്രിയനായ മുഹമ്മദ് ഇന്ത്യയെ കടന്നാക്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു വെളിപാടാണ്. അതെ, ഇന്ത്യ. ഈ വെളിപാടിനെ പറയുന്ന പേരാണ് ഗസ്വ ഇ ഹിന്ദ്. ഗസ്വ എന്ന അറബി വാക്കിന്റെ അർത്ഥം യുദ്ധം, സൈനികാക്രമണം എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷമാണ് ഈ വാക്കിന്റെ അർത്ഥം വിശുദ്ധ യുദ്ധം എന്ന നിലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. ഗസ്വ ഇ ഹിന്ദ് എന്ന വാക്ക് ശരിക്കും അറബി അല്ല. അത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു വിശുദ്ധ യുദ്ധത്തെ ആണ്. ഇസ്ലാമിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇത് മുഹമ്മദ് അവന്റെ അനുയായികൾക്ക് നൽകിയ ചില പ്രവചനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് തീർച്ചയായും സമാധാനം തുളുമ്പുന്നവ. സുനന് അൻ-നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 1-ാം വാള്യത്തിലെ 25-ാം അധ്യായത്തിലെ 3177-ാമത്തെ ഹദീസാണ്. ഹസൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇന്ത്യയെ കീഴടക്കാൻ അല്ലാഹുവിനെ സഹായിക്കുന്ന മുസ്ലിങ്ങളെയും ഈസാ നബിയുടെ കൂടെയുള്ള മുസ്ലിങ്ങളെയും അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കും. ഇതിൽ ഈസാ നബി അല്ലെങ്കിൽ യേശു എന്ന വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇസ്ലാം പഠിപ്പിക്കുന്നത് അനുസരിച്ച് ഇസ്ലാമിലെ ഈസാ നബി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു അല്ല. ഇസ്ലാമിലെ യേശു ലോകാവസാന സമയത്ത് വരുന്നത് അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. ഇവര് ഈസാ നബി തന്നെയാണ് യേശു എന്ന് പറയുമ്പോഴും ക്രിസ്തുമസിനെ ഇവരെന്താ പറയുക? പിഴച്ചുപെറ്റ സന്തതിയുടെ ജന്മദിനാഘോഷം എന്നാ ഇവര് പറയുക. അപ്പോൾ യേശു, അപ്പോൾ ഈസാ നബി പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് ഇവര് സമ്മതിക്കുന്നു. പക്ഷെ ക്രിസ്ത്യാനികളുടെ യേശു പിഴച്ചുപെറ്റ സന്തതിയല്ല. ഇസ്ലാമിലെ ആന്റി ക്രൈസ്റ്റ് ആയ ദജ്ജാലിനെ കൊല്ലാനും കുരിശ് നശിപ്പിക്കാനും, അതായത് ക്രിസ്തു മതത്തെ നശിപ്പിക്കാനും, പന്നികളെ എല്ലാം കൊല്ലാനും, പിന്നെ എപ്പോഴും ഇസ്ലാമിലുള്ളതുപോലെ യഹൂദരുമായി യുദ്ധം ചെയ്യാനും ഒക്കെയാണ്. എന്തിനായിരിക്കും പന്നികളെ കൊല്ലാൻ പറയുന്നത്? എന്തിനായിരിക്കും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊല്ലാൻ പറയുന്നത്? ഇസ്ലാം മതം അത്രമാത്രം സഹിഷ്ണുതയുടെ മതമാണെങ്കിൽ എന്തിനു മറ്റുള്ളവരെ കൊന്നിട്ട് ഇവര് വളരണം? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നല്ലേ ഇവര് പറഞ്ഞ് തള്ളി മറിക്കാറുള്ളത്. എന്നാ പിന്നെ മറ്റുള്ളവർക്കും ജീവിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ? ഈ ലോകത്ത് സ്വാതന്ത്ര്യമില്ലേ? ഇവിടുത്തെ പ്രധാന വിഷയം ഇന്ത്യയെ കുറിച്ചുള്ളതാണ്. ഈ ഹദീസിൽ മുഹമ്മദ് അവന്റെ അനുയായികൾക്ക് വാക്ക് കൊടുക്കുന്നത് ഇന്ത്യ കീഴടക്കി മുസ്ലിം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന മുസ്ലിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ്. നല്ല സമാധാനം. എങ്ങനെയുണ്ട്? അൻ-നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 1-ാം വാള്യത്തിലെ 25-ാം അധ്യായത്തിലെ 3177-ാമത്തെ ഹദീസാണ്. അങ്ങനെ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് അമുസ്ലിങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങളാണ് അല്ലാഹു നമുക്ക് കാത്തുവെച്ചിരിക്കുന്നത്. പ്രത്യേക പരിഗണന, അവാർഡോ റിവാർഡോ ഒക്കെ കിട്ടും. പ്രവചനം അല്ലേ? ഇത് മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതും സഹീഹ് ആയിട്ടുള്ളതുമായ ഒരു ഹദീസാണ്. സുന്നി ഇസ്ലാമിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ്. നല്ലൊരു ശതമാനം ഷിയാക്കളും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇതേ കാര്യം പറയുന്ന ദുർബലമായിട്ടുള്ള ചില ഹദീസുകളും ഉണ്ട്. ആ ഹദീസുകൾ എല്ലാവരും അംഗീകരിക്കുന്നതല്ല. എന്നാൽ ഓതന്റിക് ആയിട്ടുള്ള ഒരു ഹദീസിൽ ഇത് പറയുന്നത് കൊണ്ട് മറ്റു ഹദീസുകൾ ദുർബലമായാലും ഇത് അംഗീകരിക്കേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. സിഹാഹു സിത്ത, അസിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 6 പ്രമാണങ്ങൾ. ഇതിനകത്ത് വരുന്ന ഹദീസുകൾ തള്ളാൻ പറ്റില്ല, സ്വഹീഹാണ്. ചില മുസ്ലിം പണ്ഡിതർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ പ്രവചനം പണ്ട് മുസ്ലിമുകൾ ഇന്ത്യയെ കീഴടക്കിയപ്പോൾ പൂർത്തിയായി എന്നാണ്. പക്ഷേ ഭൂരിപക്ഷം ഇസ്ലാമിക പണ്ഡിതരും ഇത് കഴിഞ്ഞ ഒരു സംഭവമാണെന്ന് അംഗീകരിക്കുന്നില്ല. കാരണം മുഹമ്മദ് അന്ന് സംസാരിച്ചത് അന്ത്യനാളുകളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചായിരുന്നു. എന്റെ അറിവിൽ തന്നെയുമല്ല, മുഹമ്മദ് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനമായിട്ട് അവതരിപ്പിച്ച ഈ ഗ്രന്ഥവും ഈ ആശയവും ഒക്കെ എങ്ങനെയാ ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് മാത്രമാകുന്നത്? അങ്ങനെയാണെങ്കിൽ നബി പറയുമായിരുന്നല്ലോ, ഇപ്പതോടുകൂടി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ, ഇത് എപ്പോഴാണോ പൂർത്തിയാകുന്നത് അതോടുകൂടി നമ്മുടെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്, ഇതിനെയും തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇന്ത്യ ആരുടെ കയ്യിലാ? അതിനെ പിടിച്ചെടുത്ത് ഇസ്ലാമിക മതവൽക്കരിക്കണം. ഇത്രയും വർഷമായിട്ട് ഇതുവരെയും ലോകം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുവെ അവർ വിശ്വസിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയെ വീണ്ടും മുസ്ലിമുകൾ ഒരിക്കൽ കൂടി കീഴടക്കും എന്നാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒഴിച്ച് ലോകത്തിലെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾക്കും മുഹമ്മദിന്റെ ഇങ്ങനെ ഒരു പ്രവചനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ മുസ്ലിമുകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. എന്നാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ള ധാരാളം മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുകയും അത് അവരുടെ റിലീജിയസ് പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ചിലർ അത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നും ഹൈന്ദവ മതം കീഴടങ്ങും എന്നും ഇന്ത്യ വീണ്ടും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുമെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ അവർ നിങ്ങളെ ആക്രമിക്കുകയും ഇസ്ലാം സമാധാനം ആണെന്ന് പറയുകയും ചെയ്യും. വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇസ്ലാം സമാധാനമാണ്, പക്ഷെ അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വേട്ടയാടപ്പെടും, തലയെടുക്കും, കൈകാലുകൾ എടുക്കും എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടുതലും പാകിസ്ഥാനികളോ പാകിസ്ഥാൻ ഇമാമുകളോ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രവചനം പൂർത്തിയാകുന്നതിനെ കുറിച്ച് പറയുന്നത് കാണാം. ഇനി ആ വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ വളരെ സമാധാനം നിറഞ്ഞ കമന്റുകളും കാണാം. ഉദാഹരണത്തിന് അതിന് തയ്യാറായിക്കൊണ്ടുള്ള ഈ വ്യക്തിയുടെ കമന്റ് നോക്കണം. ഈ മതത്തിന്റെ സമാധാനം ഇന്ന് മതം വിട്ട ആളുകളുടെ വിശ്വാസികളായ കുടുംബങ്ങൾ പോലും പറയുന്നുണ്ട്. എന്റെ കുടുംബത്തിന് ശരിക്കും മനസ്സിലായി. അവര്
നീ മതം ഉപേക്ഷിച്ചെങ്കിൽ ശരി, അതങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മതം വേണം. ഇപ്പൊ പറയുന്നു ഈ മതം ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ ഇത്? നീ എത്രയോ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. മതം വിട്ടവരെ ഈ രൂപത്തിൽ വേട്ടയാടാനും മതപരമായി ജീവിക്കുന്ന കുടുംബാംഗങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും സമാധാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ എത്രയോ കൂടുതൽ കോടാനുകൂടി ജനങ്ങൾ ഈ മതം ഉപേക്ഷിക്കാനല്ലേ സാഹചര്യം ഒരുക്കും. വെറ്റിക്കൂട്ടുമിട്ടൊരു മതാലസ റാണി ഇറങ്ങിത്തിരിച്ചിരിക്കുക മതത്തെ സംരക്ഷിക്കാൻ അധ്വാനിക്കാതെ ഞം അടിക്കാനുള്ള ഐഡിയ. 25,000 രൂപ എനിക്ക് വേണം. എന്തിനാണ്? എനിക്ക് പുട്ടടിക്കണ്ടേ? എന്റെ മക്കൾക്ക് മന്തി വാങ്ങിച്ചു കൊടുത്ത് ഇറച്ചി വളർത്തണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-30 വയസ്സുള്ള മക്കൾ കൂടെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിലിരുന്നോ, ഞാൻ അധ്വാനിച്ചുകൊണ്ട് തരാമെന്ന് പറയും. ആരാന്റെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ അവരുടെ വിഴുപ്പലക്കി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തിന്നാൻ തരണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകും. ഈ മക്കൾ ആദ്യം നബിയെ വ്യഭിചാരിയാണെന്നും നബിയുടെ മാതാവ് വെടിയാണെന്നും പറഞ്ഞ സമയത്ത് ഈ മക്കൾ എവിടെ പോയിരുന്നു? അതിന്റെ ചോറും വാങ്ങിച്ചു തിന്നു. ഗഡ്സില്ലാത്ത മക്കൾ, നട്ടെല്ലില്ലാത്ത മക്കൾ നാളത്തെ അഫാന്മാരാണ്. ഓർമ്മിപ്പിക്കുവാണ് ഞാനത്. വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ വളരെ സമാധാനം നിറഞ്ഞ കമന്റുകളും കാണാം. ഉദാഹരണത്തിന് അതിന് തയ്യാറായിട്ടുള്ള ഈ വ്യക്തിയുടെ കമന്റ് നോക്കും. ഇത് ആവിഷ്കൃതമായ ഒരു പ്രൊപ്പഗാൻഡ ആണ്, എന്നാൽ ഇത് മതാധിഷ്ഠിതമായ. നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ്സും അങ്ങനെ തന്നെയാണ്. ഇവളെ ഞാൻ തീർക്കാം, ഇവൾ എവിടെയാണ്, ഇവളുടെ വീട്, ഇവളുടെ ഫോൺ നമ്പർ ഇങ്ങനെ എടുക്ക്, ഞാൻ ഇവളെ തീർത്തേക്കാം, അങ്ങനെയൊക്കെ പറയുന്ന എത്രയോ കമന്റുകളുണ്ട്. പിന്നെ തെറിവിളി, ഇതാണ് നമ്മുടെ അജണ്ട തന്നെ. അക്ഷരത്തെറ്റോടുകൂടി തെറിവിളിയോടുകൂടി നമ്മുടെ കമന്റ് സെക്ഷനിൽ അഴിഞ്ഞാടുന്നത് ഈ ഒരു മദ്രസ പൊട്ടൻ വിഭാഗമായിരിക്കും. ഒരു കാര്യം കൂടിയാണ്, ഈ പ്രവചനത്തെ അനുകൂലിക്കുന്ന ചിലർ കൂടുതലും പാകിസ്ഥാനിൽ വിശ്വസിക്കുന്നത് ഈ പ്രവചനം നിറവേറുന്നതിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകും എന്നാണ്. ഇന്ത്യയുടെ ശക്തി, സൈനിക ശക്തിക്ക് മുമ്പിൽ അത് നടക്കാൻ പോകുന്ന ഒന്നല്ല. ന്യൂക്ലിയർ യുദ്ധം എന്തെങ്കിലും ആണെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾക്കും ആത്മഹത്യാപരമായ ഒന്നായി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തീവ്ര മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പ്രൊപ്പഗാൻഡ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇന്റർനെറ്റും മറ്റു മാധ്യമങ്ങളുടെ സഹായത്തോടെ അതെല്ലാം മറ്റു മുസ്ലിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യക്കാരെ ഈ പ്രവചനങ്ങളിൽ, അതായത് വലിയ ഒരു വിഭാഗം ആളുകൾ ഇത് വിശ്വസിക്കുന്നു, ഇത് ഫോളോ ചെയ്യുന്നു. പ്രത്യേകിച്ച് നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടാകും. ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ കീഴടക്കും എന്നൊക്കെയാണ് പറയുന്നത്. പാകിസ്ഥാനേക്കാൾ ഇന്ത്യയുടെ സൈനിക ശക്തി എത്രയാണ് എന്ന് ഇപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ട് അറിയുന്ന ദേശീയവാദികളായിട്ടുള്ള ആളുകൾക്ക്, ദേശ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അതൊന്നും അവർക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സംഗതിയല്ല. ഒന്ന് ആലോചിച്ചാൽ മതി. ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാം മത പ്രീണനവും അന്യമത വിരുദ്ധതയും സർവോപരി ഇന്ത്യ വിരുദ്ധതയുടെയും തോത് എത്രയാണ് എന്ന്. നന്ദി.